പത്തനംതിട്ട പെരുന്നാട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ? ജിതിൻ വധക്കേസ് രാഷ്ട്രീയ കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. പ്രതികളിൽ ചിലർക്ക് പാർട്ടി ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് കൊലപാതകം നടത്തിയത്. RSS ആണെന്ന് CPM ആവർത്തിക്കുന്നത്. കൊലപാതകം RSSന്റെ തലയിൽ കെട്ടിവെച്ച് പിരിവ് നടത്താനുള്ള CPM ശ്രമം പൊളിഞ്ഞുവെന്ന് BJPയും തിരിച്ചടിച്ചു. ഒരിക്കലും അവർക്ക് RSSനോ BJPക്കോ അവിടുത്തെ BMSനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു രക്ഷയും ഉണ്ടാകത്തില്ല. കൈ കഴുകി രക്ഷപ്പെടാൻ എന്ന് ഒരു കാരണവശാലും കഴിയില്ല. പോലീസ് ഒരു രാഷ്ട്രീയ കൊലപാതകം ആണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പ്രകടനം നടക്കുക, ആ പ്രകടനത്തിന് നേരെ ഒരു അക്രമം ഉണ്ടാവുക, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്, ആ രാഷ്ട്രീയ സംഘർഷങ്ങൾ പരസ്യമായിട്ടുണ്ടായാൽ അങ്ങനെ ഒരു കാരണമാവാം. സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു സംഘമാണ് ഈ അവിടുത്തെ പ്രധാനപ്പെട്ട RSSന്റെ പ്രവർത്തകർ. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMുമായിട്ടും DYFIയുമായിട്ടും ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. കേസിലെ പ്രതികളിൽ ഒരാളായ നിഖിലേഷ് CITUകാരനാണെന്ന് നിഖിലേഷിന്റെ അമ്മ വെളിപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട ജിതിന്റെ സംസ്കാരം നാളെ നടക്കും. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ കേസിൽ പ്രതികളിൽ ഒരാളായ നിഖിലേഷിന്റെ അമ്മ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ പ്രതി, അതായത് നിഖിലേഷ് CITU പ്രവർത്തകനാണ്. മാത്രമല്ല ഈ പ്രതികളിൽ DYFI ബന്ധമുള്ളവരുണ്ട്. പക്ഷേ ഇവിടെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് CPM നേതൃത്വം രംഗത്തെത്തുന്നു. ഇപ്പോഴും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന ആരോപണത്തിൽ CPM എന്തുകൊണ്ടാണ് ഉറച്ചു നിൽക്കുന്നത്? ഈ വിഷയത്തിൽ പോലീസ് FIR വളരെ വ്യക്തമായി തന്നെ ഇത് തള്ളിക്കളയുന്നുണ്ടല്ലോ. ടോമേ, ഈ ജിതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പരസ്പര ആരോപണങ്ങളാണ് CPMും BJPയും ഉന്നയിക്കുന്നത്. പ്രതികളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിലാണ് ഇത്തരത്തിലൊരു ആരോപണമുള്ളത്. അതായത് പ്രതികളെല്ലാം 8 പ്രതികളും CPMകാരാണെന്നാണ് BJP ആരോപിക്കുന്നത്. അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതികളൊക്കെ BJP ബന്ധവും RSS ബന്ധമുള്ളവരാണെന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി തുടക്കം മുതൽ ആവർത്തിച്ചു വരുന്നത്. എന്തായാലും 8 പ്രതികളിൽ 3 പേര് CITU പ്രവർത്തകർ DYFI പ്രവർത്തകരുമാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം സമീപകാലത്ത് ഇവർ DYFIയിൽ 2 പ്രതികൾ എത്തിയിരുന്നു. അവർ പിന്നീട് തിരിച്ചുപോയി എന്നുള്ളതാണ് CPMന്റെ വാദം. പക്ഷേ നിലവിലത്തെ ഈ കൊലപാതക കേസിൽ 2 പ്രതികൾ CPMുമായി ബന്ധപ്പെട്ട DYFIയുമായി ബന്ധപ്പെട്ടവരാണ്. അവർ നേരത്തെ ഈ കൊലപാതക കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണെന്നുള്ള രീതിയിലാണ് BJP ഉന്നയിക്കുന്നത്. അതിന് കാരണമായി അവർ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം CPM പറയുന്നത് RSSൽ നിന്ന് വന്ന 2 പേരായിരുന്നു. പക്ഷേ അവർ 2-3 മാസക്കാലം മാത്രമാണ് പാർട്ടിയിലുണ്ടായിരുന്നത്. പിന്നീട് അവരുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംഘടനയിൽ നിന്ന് അവരെ പുറത്താക്കി അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായതെന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കുന്നത്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കൃത്യമായി എല്ലാ പ്രതികളും CPMകാരാണ്, അല്ലെങ്കിൽ CITU പ്രവർത്തകരാണ്, DYFI പ്രവർത്തകരാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് VA സൂരജും ആരോപിക്കുന്നത്. ഈ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രതികളെല്ലാം സ്വാഭാവികമായിട്ടും RSSകാരാണെന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രതികളിൽ ഒരാളായ നിഖിലേഷിന്റെ അമ്മ ഇന്നലെ വ്യക്തമാക്കിയത് നിഖിലേഷ് CITU പ്രവർത്തകനാണ്. ടിപ്പർ വണ്ടി ഓടിക്കുന്ന ടിപ്പറിന്റെ ഓണറാണ് നിഖിലേഷ്. CITUവിന്റെ സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഉറച്ച് കാര്യം കൂടി ഇന്നലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെ ഇന്നലെ നിഖിലേഷിന്റെ അമ്മയും ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്ത് വന്നു. എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. നിലവിൽ CPM പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെ ആണ് ഇപ്പോഴും ഇത്തരം ആരോപണങ്ങളൊക്കെ പറയുമ്പോഴും CPM നേരത്തെ ഉന്നയിച്ച കാര്യത്തിൽ തന്നെയാണ് CPM ജില്ലാ നേതൃത്വമുള്ളത്. അത് പ്രധാനമായും 8 പ്രതികളും RSSകാരും BJPക്കാരുമാണെന്ന് ആവർത്തിച്ചെന്ന് ജില്ലാ സെക്രട്ടറി വീണ്ടും പറയുന്നുണ്ട്. ഏതായാലും പ്രതികളെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഈ ചർച്ചയാവുന്നത്. എന്തായാലും പോലീസ് ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ